PFIയുടെ നേതാക്കൾ ഇന്ത്യയെ മതരാഷ്ട്രമാക്കാനായി അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രമാക്കാനൊക്കെ ഇങ്ങനെ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പാലക്കാട് നിന്നും ഒരു പ്രധാനപ്പെട്ട വിവരം വരുന്നത്. ഒരു പോലീസുകാരന് നേരെ PFIയുടെ ഭീഷണിയാണ്. നീയല്ലേ സാക്ഷി പറഞ്ഞത് ആ കേസിൽ, നീ ഇനി സാക്ഷി പറഞ്ഞാൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ വാചകം അവസാനിപ്പിക്കുന്നില്ല. പക്ഷേ അതിലെല്ലാം ഉണ്ട്. നീ ആ കേസിൽ സാക്ഷി പറഞ്ഞാൻ വന്നാൽ പിന്നെ നീ ഈ ലോകത്തുണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് അതിനെ വ്യാഖ്യാനിച്ചെടുക്കാം. പാലക്കാട് സജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രതിയായ PFIക്കാരനാണ് ഇത്തരത്തിൽ ഒരു പോലീസുകാരനെതിരെ കൊലവിളി നടത്തിയിരിക്കുന്നത്. അതായത് PFI എന്ന് പറയുന്ന ഇന്ത്യയിൽ നിരോധിച്ച സംഘടനയുടെ ഒരു ഭീകരൻ, അങ്ങനെ തന്നെ പറയണം, അയാൾ ഒരു പോലീസുകാരനെ വെല്ലുവിളിക്കാനുള്ള ധൈര്യം കാണിച്ചുവെങ്കിൽ നാളെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, അക്രമങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇവർക്ക് മടിയില്ലാതാകും എന്നല്ലേ പറയാൻ നമുക്ക് തോന്നുന്നത് ഈ ഒരു സാഹചര്യത്തിൽ. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തെ മുഴുവൻ നമ്മുടെ സുരക്ഷാ സേന അല്ലെങ്കിൽ ഈ പറയുന്ന പോലീസ് സംവിധാനം മുഴുവൻ കസ്റ്റഡി എടുത്തു. ശരിയാണ്, കേരളത്തിൽ തന്നെ വന്ന് പ്രത്യേക വിമാനത്തിൽ ഇറങ്ങിയിട്ട് ഇതിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്നവരെ, തലപ്പത്ത് നിൽക്കുന്നവരൊക്കെ പിടിച്ചുകൊണ്ടുപോയി. പക്ഷെ അപ്പോഴും നമ്മുടെ ഒരു സംശയമുണ്ട്. പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ നിരവധി റാലികൾ, ജാഥകൾ, പ്രക്ഷോഭങ്ങളൊക്കെ സംഘടിപ്പിച്ചു. അന്ന് അവർക്ക് പിന്നിൽ അണിനിരുന്ന സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ള ഒരു വലിയ ജനവിഭാഗം ഉണ്ട്. അവരെവിടെ പോയി? നേതൃത്വം മാത്രമല്ലേ ഉള്ളൂ കാണാതുള്ളത്. അപ്പൊ അവർ ഇവിടെ നാട്ടിലുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറയുന്ന പോലെ സ്ലീപ്പർ സെല്ലുകളായിട്ട് എത്രയോ ആൾക്കാർ ഇവിടെയുണ്ട്. ഇവിടെ ഒരു ഭാര്യയും ഭർത്താവിടെ ബൈക്കിലോ മറ്റോ സഞ്ചരിക്കുന്നു. ആ സമയത്ത് അവരെ തടഞ്ഞു നിർത്തി ഭർത്താവായ സഞ്ജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ഈ വെട്ടിക്കൊലപ്പെടുത്തിയതിനു ശേഷം പിന്നീട് മുൻകൂർ ജാമ്യത്തിനും ഒക്കെ തന്നെ പ്രതികൾ സുപ്രീം കോടതി വരെ സമീപിച്ചെന്നാണ് കേൾക്കുന്നത്. അന്ന് ചോദിക്കുന്നത് സ്വന്തം ഭാര്യയുടെ മുമ്പിലിട്ട് ഭർത്താവിനെ വെട്ടിക്കൊന്ന ഈ പ്രതികളെ എങ്ങനെ രക്ഷിക്കുമെന്നാണ് കോടതി പോലും ചോദിക്കുന്നത്. ഇവിടെ സാക്ഷി പറയാനായിട്ട് വരുന്ന കൂട്ടത്തിൽ ഒരാൾ പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഈ പോലീസുകാരനെ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുകയാണ്. അബ്ദുൾ സലാം എന്നോ മറ്റോ ആണ് ഒരു പ്രതിയുടെ പേര്. അയാൾ പറയാണ്, നീ സാക്ഷി പറയാൻ എത്തുമല്ലേ, നീ ഇവിടെ തന്നെയൊക്കെ ഉണ്ടാകുമല്ലേ എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥന് നേരെ ഭീഷണി മുഴക്കാൻ കഴിയുന്ന തരത്തിൽ ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ടുകാർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നത് കേരളീയ സമൂഹത്തിന് അത്ര ഗുണകരമാണോ എന്നുള്ളത് നമ്മൾ 2 തവണ ചിന്തിക്കണം. മാത്രമല്ല, കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരിയിൽ ഒരാൾ വന്നിറങ്ങുന്നു, മൊയ്തീൻകുട്ടിയെ കൃത്യമായിട്ട് NIA ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ആയുധ സൈനിക മേഖലയിലൊക്കെ പരിശീലനം നടത്തുന്നത്. സൈനിക മേഖല എന്ന് പറഞ്ഞാൽ സൈനികരാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ചെറിയ കുട്ടികളെ റിക്രൂട്ട് ചെയ്തെടുത്ത് അവരുടെ ഒരു ആർമി പോലെ റിക്രൂട്ട് ചെയ്ത് അവർക്ക് പരിശീലനം ചെയ്യുന്നു, ആയുധങ്ങൾ ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ കായിക പരിശീലനം നൽകാനായിട്ട്. അങ്ങനെയൊക്കെ പരിശീലനം നൽകിയ ആളാണ് ഈ മൊയ്തീൻകുട്ടി. ഈ മൊയ്തീൻകുട്ടി നേരത്തെ പാലക്കാട്ട് തന്നെ ഒരു ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടിയിലുണ്ടായിരുന്ന ആളാണ്. ഇയാൾ പിന്നീട് മുങ്ങി രാജ്യത്ത് വന്നു. പിന്നീട് ഇയാൾ UAE മറ്റോ ആയിരുന്നു. ഇപ്പോൾ UAE നിന്ന് സ്വന്തം പാസ്പോർട്ട് പുതുക്കാനായിട്ട് കേരളത്തിലേക്ക് വരുമ്പോൾ നെടുമ്പാശ്ശേരിയിൽ വെച്ച് ഇയാളെ പൊക്കുകയാണ് ചെയ്തത്. ഇതിനു മുമ്പ് ഇയാളുടെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു. NIA നടത്തിയ പരിശോധനയിൽ നിരവധി രേഖകളൊക്കെ കണ്ടെടുത്തിരുന്നു. പക്ഷേ ഇയാൾ പിടിയിലില്ല. അപ്പൊ ഇത്തരത്തിൽ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരുപാട് പേര് നമുക്കിടയിൽ ഇപ്പോഴുമുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ കുറെ പേരെങ്കിലും മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലോ മറ്റ് സംഘടനയിലോ ചേർന്ന് പ്രവർത്തിക്കാം. ഒരു ഘട്ടം വരുമ്പോൾ ഇവർ ഉണർന്ന് പ്രവർത്തിക്കാം. ഇവിടെ 2ാം പ്രതിയെ പോലും, അതായത് സജിത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ 2ാം പ്രതിയെ പോലും വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയതായിട്ടൊരു കേസ് നിലവിലുണ്ട്. അപ്പോൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തങ്ങൾക്കെതിരായിട്ടുള്ള ഈ പറയുന്ന തെളിവുകൾ അല്ലെങ്കിൽ തങ്ങൾക്കെതിരായിട്ടുള്ള സാക്ഷിമൊഴികൾ ഇതിനെയൊക്കെ വഴി മാറ്റാനായിട്ട് വക മാറ്റാനായിട്ട് ചില നീക്കം നടത്തുന്നു. അപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ നമ്മൾ പേടിക്കണോ? ഈ കേരളീയ ജനത ഇത്തരത്തിലുള്ള ആളുകളെ ഭയപ്പെട്ട് ജീവിക്കണം എന്നുള്ളത് വലിയ ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമല്ലേ? ശരിക്കും ഈ 2022 സെപ്റ്റംബറിലാണ് പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യയിൽ നിരോധിച്ചത്. പ്രത്യേകിച്ച് കേരളത്തിൽ അതിന്റെ വേരുകൾ ഉണ്ടായിരുന്നു. ആ വേരുകളെല്ലാം അറുത്ത് മാറ്റുന്ന ഒരു നിലപാട് NIA സ്വീകരിച്ചു. ഇവിടെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ വന്നാണ് പലരെയും പൊക്കിക്കൊണ്ടുപോയത് എന്നുള്ളതാണ്. പക്ഷേ ഈ ഭീകരവാദികൾ, ഇതിന്റെ പ്രവർത്തകരെ നമുക്ക് അങ്ങനെ വിളിക്കാൻ കഴിയൂ. കാരണം അവരുടെ പല ആശയങ്ങളും നിലപാടുകളും ഒക്കെ അങ്ങനെയാണ്. ഇവർ ഇപ്പോഴും കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ, സിനിജി നേരത്തെ സൂചിപ്പിച്ചത്, സ്ലീപ്പർ സെല്ലുകളായി കഴിയുന്നുണ്ട്. ഇപ്പോൾ ഇവരിപ്പോ പോലീസിനെ ഭീഷണിപ്പെടുത്തുക. പോലീസ് എന്ന് പറയുന്നത് സാധാരണക്കാരനെ അല്ലെങ്കിൽ ഇനി കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തെ വെല്ലുവിളിക്കുക, നീ എന്തെങ്കിലും ഞങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടിയാൽ നിന്നെ തീർത്ത് കളയുമെന്ന് പറയുന്ന നിലപാട്. ആ നിലപാടിനെ എങ്ങനെയാണ് നമ്മൾ ഇവരുടെ ആശയം ഇങ്ങനെയാണ്. ഇപ്പോൾ സതീശൻ പറയുമ്പോൾ കുളിപ്പിച്ച് വൃത്തിയാക്കിയാൽ ജമാഅത്തെ ഇസ്ലാം നന്നാകുമെന്നാണ് സതീശൻ പറയുന്നത്. ആ സോപ്പ് കൊണ്ടൊന്ന് PFIയെ കൂടെ സതീശൻ കുളിപ്പിക്കൂ. അതെ, അതാണ് അദ്ദേഹം ചെയ്തു കഴിഞ്ഞു, ഓൾറെഡി ചെയ്തു. ജമാഅത്തെ എന്ന് പറഞ്ഞപ്പോൾ ജമാഅത്തെയാണ് ഏറ്റവും മോശമായിട്ടുള്ള ഭീകരവാദം നടത്തുന്ന ഏകമത രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത, സമയം കിട്ടുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്ത്രപരമായിട്ട് പിൻവാങ്ങിയിട്ട് അവർ ശക്തി ആർജിച്ചു കഴിയുമ്പോൾ
അവരുടെ പ്രവൃത്തി കാണിച്ചുകൊണ്ട് വംശഹത്യ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നടക്കുന്നുണ്ട് ശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് ഏകമത രാഷ്ട്രം അതുവഴി ഏകമത ലോകം സൃഷ്ടിക്കാൻ വേണ്ടി തത്രപ്പെടുന്നത്. ഈ സംഭവം ഇപ്പോൾ എവിടെ നടന്ന? പാലക്കാട് നടന്നതല്ലേ? പാലക്കാടല്ലേ? ഈ പാലക്കാട് എന്ന് പറയുന്ന പ്രദേശം നമുക്കറിയാമോ, ശരീഅത്ത് കോടതികൾ ഇപ്പൊ ശരിയായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. ശരീഅത്ത് കോടതികൾ ഇപ്പോഴും പാലക്കാട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവിടുത്തെ വിദൂരസ്ഥമായ ഗ്രാമങ്ങളുടെ മലമുകളികളിൽ തെറ്റു ചെയ്യുന്നവരെ കൊണ്ടുപോയി വിചാരണ ചെയ്യും. ശരീഅത്ത് കോടതിയായിട്ട് മതപരമായ വിചാരണ ചെയ്യുകയും അവരെ കൊല്ലണമെങ്കിൽ കൊല്ലുകയും തല്ലണമെങ്കിൽ തല്ലുകയും വെട്ടണമെങ്കിൽ വെട്ടുകയും ചെയ്യുന്ന പരിപാടി ഇപ്പോഴും നിഷ്ഠുരമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒരു പത്രലേഖകൻ പറഞ്ഞ കാര്യമാണിത്. അപ്പം ചോദിച്ചു, നിങ്ങൾ എന്താ റിപ്പോർട്ട് ചെയ്യാത്തത്? ചേട്ടാ, ഞങ്ങൾ പത്രത്തിൽ ജോലി ചെയ്യുന്നത് ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ടല്ലേ, മരിക്കാൻ വേണ്ടി. ആ ചുവരുണ്ടെങ്കിൽ അല്ലേ എഴുതാൻ പറ്റൂ. പേടിയാണ്, സർവത്ര പേടിയാണ്. ഭീതി വിതച്ചുകൊണ്ടാണ് ഇവരെ മതത്തെ വളർത്തുന്നത്. പണ്ടും അങ്ങനെയായിരുന്നല്ലോ. സ്പെയിൻ വരെ എങ്ങനെയാണ്? സ്പെയിൻ വരെ അവരുടെ മതം പ്രചരിപ്പിച്ചത് എങ്ങനെയായിരുന്നു? വാളാങ്ങിക്കൊണ്ടായിരുന്നു. ഒരു കയ്യിൽ ഖുർആനും മറുകൈയിൽ വാളുമായിട്ടായിരുന്നു മതത്തിൻ്റെ പ്രചാരണം നടന്നത്. അവിടെ അവസാനം സ്പെയിനിൽ വെച്ചാണ് സംയുക്ത ശക്തികൾ എല്ലാം കൂടെ ചേർന്ന് ആ മുന്നോട്ടുള്ള പോക്കിനെ ചെറുത്തത്. അല്ലെങ്കിൽ ലോകം മുഴുവൻ ഇസ്ലാമിന്റെ കുടക്കീഴിലായി മാറും. അരിയും മലരും കരുതിക്കോ നിന്റെയൊക്കെ കാലന്മാർ വരുന്നു. അത് SDP യുടെ ആശയപരമായി 3 പേരും ഒന്ന് തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമിയും മതരാഷ്ട്രം തന്നെയാണ്, PFI മതരാഷ്ട്രം തന്നെയാണ്, SDP മതരാഷ്ട്രം തന്നെയാണ്. പക്ഷെ സതീശൻ ഇവരെയൊക്കെ കുളിപ്പിച്ച് വിശുദ്ധരാക്കും എന്നുള്ളതാണ്. അപ്പൊ വിശുദ്ധ പട്ടവും കൊടുക്കും ഇവർക്ക്. വാളുകൊണ്ട് അങ്ങനെ സാമ്രാജ്യം സ്ഥാപിക്കാൻ പറ്റില്ലെന്ന് അറിഞ്ഞതിനെ തുടർന്നാണ് അതൊക്കെ ഉറയിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് അവരിപ്പം മറ്റുള്ള ആൾക്കാരുമായിട്ട് സമരസപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു ജീവിതം തുടങ്ങി വെച്ചിരിക്കുന്നത്. തന്നെയല്ല, മത താല്പര്യങ്ങളെക്കാൾ പരം സാമ്പത്തിക താല്പര്യങ്ങൾ പ്രധാനമായി വന്നത് ഈ ആധുനിക ലോകത്ത് മതം കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളുടെ ഒരു ബോധ്യം കൊണ്ടാണ്. പക്ഷേ ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പണം പറ്റിക്കൊണ്ടുവന്ന ആ പണത്തിൻ്റെ ഹുങ്കിൽ നമുക്കിവിടെ വീണ്ടും കേരളത്തിൽ ഇപ്പോൾ ബേസുള്ള രാജ്യം ഒരു സംസ്ഥാനമാണല്ലോ. അത് 19% എന്നുള്ളത് ഇപ്പോൾ 22% മാറിയിട്ടുണ്ടല്ലോ അവരുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. പുതിയ സെൻസസ് വരുമ്പോൾ എത്രയാണെന്ന് നമുക്കറിയില്ല. അത്രമാത്രം ജനസംഖ്യ വർദ്ധിച്ചിരിക്കുന്നു, അവരുടെ പവർ അത്രമാത്രം കൂടിയിരിക്കുന്നു എന്നാണ് അർത്ഥം. ആ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയും അതിന്. ആ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് വർദ്ധിച്ചിരിക്കുന്ന സമയത്ത് അവർക്ക് വലിയൊരു ബൂസ്റ്റ് കൊടുത്തിരിക്കുകയായിരുന്നു VD സതീശൻ. എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന അവരുടെ നിലപാടൊക്കെ മാറ്റിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകൾ ഞങ്ങൾ വാങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇസ്ലാമിൽ ഏറ്റവും നികൃഷ്ടമെന്ന് ഇസ്ലാമിസ്റ്റുകൾ പോലും കരുതുന്ന ഈ ജമാഅത്തെ ഇസ്ലാമിനും അവർക്ക് ഒരു നല്ല പേരും അവരെക്കുറിച്ചൊരു നല്ല വാക്കും മതേതര പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസ് കൊടുത്തതോടുകൂടി അവർക്ക് ഇനിയിപ്പോൾ കേരളത്തിൽ റീസർച്ച് ചെയ്തിട്ട് ഒരു റിസർജൻസിൻ്റെ സമയമായി എന്നൊരു ബോധ്യം വന്നിട്ടുണ്ട്. അത് ജമാഅത്തേക്ക് ഇത് വന്നു കഴിയുമ്പോൾ അനുബന്ധമായിട്ടുള്ള സംഘടനകൾക്കും PFും അതുപോലെയുള്ള സംഘടനകൾക്കും എല്ലാം ആ ബോധ്യം വരികയും അതിൻ്റെ ഒരു തീക്ഷ്ണത കാട്ടുകയും ചെയ്തതിൻ്റെ ചെറിയൊരു ഉദാഹരണമാണ് ഈ പോലീസുകാരനായിട്ടുള്ള പാവപ്പെട്ട ആളോട് അബ്ദുൽ സലാമിനെ കൊന്ന പ്രതി അബ്ദുൽ സലാം പോലീസുകാരനോട് പറഞ്ഞത്. സജിത്ത് എന്ന് പറയുന്ന RSSന്റെ പ്രാന്ത കാര്യവാഹകമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിനെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് RSSകാരനെ കൊല്ലാനും ഒരു പേടിയില്ല. കാരണം RSSകാർ ഇപ്പം തിരിച്ചടിക്കുന്നില്ല എന്നുള്ള ബോധ്യം കൊണ്ട് അവർ തീർച്ചയായിട്ടും കൊന്നു. ഇതിനെക്കുറിച്ചൊരു വാക്കും സതീശൻ പറഞ്ഞിട്ടുമില്ല. ഈ സജിത്തിനെ കൊന്നതിനെപ്പറ്റി ഒന്നും പറയില്ല, സതീശനും പറയില്ല, കോൺഗ്രസും പറയില്ല. അവരൊക്കെ എന്താ RSSകാരാണ്, ദേശസ്നേഹമുള്ള ഒരു സംഘടന എന്ന് മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് നല്ല വാക്ക് പറയില്ല. കാരണം സതീശൻ പറയുന്നത് അത് ഹിന്ദു തീവ്രവാദ സംഘടനയാണ്. എന്നാൽ ജമാഅത്തെ എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയല്ലെന്നും പറയും. ബംഗ്ലാദേശിൽ ഇത്രയും പേരെ നിഷ്ഠുരമായിട്ട് കൊന്നു കഴിഞ്ഞിട്ടും പച്ചയ്ക്ക് കൊല്ലുകയായിരുന്നു പലരെയും ചെയ്തു കഴിഞ്ഞിട്ടും സതീശൻ്റെ തലയിൽ വെളിച്ചം കയറിയിട്ടില്ല, വെളിച്ചം ഉദിച്ചിട്ടില്ല. അതെ, എന്തായാലും ഈ സജിത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സാക്ഷി പറയുമ്പോൾ പോലീസുകാരന് വരെ ഭീഷണി എന്ന് പറയുമ്പോൾ ഇത് കേരളത്തില് അല്ലെങ്കിൽ പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇവരെയൊക്കെ പാലൂട്ടി വളർത്തുന്നവർ ഇത് സൂക്ഷിച്ചാൽ നന്ന്. നാളെ ഈ കൊടുത്ത കൈക്ക് തന്നെ കൊത്തുമെന്ന് പറയുന്ന ഒരു സ്ഥിതി ഉണ്ടാവാതിരിക്കട്ടെ. അതെ, തീർച്ചയായിട്ടും അത് ഉണ്ടാകാതിരിക്കും.